ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബർ 12 മുതൽ ഡിസംബർ 19 വരെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK 30ാമത് എഡിഷൻ നടക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് IFFKയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് 11 നാളെ മുതലാണ് ഇവിടെ പ്രധാനമായിട്ടും ഇതിന്റെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അവസാനഘട്ട പണിയിലാണ് കേട്ടോ. 2025 IFFKയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പറയാം കേട്ടോ. 16 തിയേറ്ററുകളിലാണ് ഇപ്രാവശ്യം സിനിമകൾ കാണാൻ പറ്റുക. ആ തിയേറ്ററുകൾ ഇതൊക്കെയാണ് കേട്ടോ: നിശാഗന്ധി, കൈരളി, ശ്രീ, നിള, ഏരിസ് പ്ലക്സ്, അവിടെ തന്നെ 5 സ്ക്രീൻ ഉണ്ട്. ന്യൂ തിയേറ്റർ കോംപ്ലക്സ്, അവിടെയും 4 സ്ക്രീൻ ഉണ്ട്. പിന്നെയുള്ളത് കലാഭവൻ, അജന്ത എന്നിങ്ങനെ 16 സ്ക്രീനുകളിലാണ് നമുക്ക് ഇപ്രാവശ്യം സിനിമകൾ കാണാൻ സാധിക്കുക. ഉദ്ഘാടന ചിത്രം ആൻമേരി ജാസർ സംവിധാനം ചെയ്ത പാലസ്തീൻ 36 എന്ന് പറയുന്ന ഫിലിമാണ് കേട്ടോ. 1936 ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായി പാലസ്തീൻ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള ചലച്ചിത്രമാണിത്. 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ 26 വിഭാഗങ്ങളിലായിട്ട് പ്രദർശിപ്പിക്കും കേട്ടോ. കൂടാതെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മലയാള ക്ലാസിക് ചിത്രം പാടാത്ത പൈങ്കിളിയുടെ പുനരുദ്ധരിച്ച പതിപ്പും ഈ വിഭാഗത്തിൽ പ്രദർശനത്തിനുണ്ടാവും. മറ്റൊരു പ്രത്യേകതയോടെ ഉള്ളത്, ഈ വർഷത്തെ ചലച്ചിത്രമേള പൂർണ്ണമായും ഹരിതചട്ടം പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക. IFFKയിൽ ഓരോ ദിവസവും വിവിധ തിയേറ്ററുകളിലായിട്ട് സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് ഏകദേശം രാവിലെ 9 മണി മുതൽ തുടങ്ങി രാത്രി 9 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടന ചിത്രം പാലസ്തീൻ 36 എന്ന് പറയുന്ന സിനിമ ഡിസംബർ 12 സമയം വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ കനകക്കുന്നിലെ നിശാഗന്ധി ഓപ്പൺ തിയേറ്ററിലാണ് എന്നാണ്. IFFKയുടെ ദിവസേനയുള്ള ഷെഡ്യൂൾ അറിയാൻ വേണ്ടിയിട്ട് IFFK മൊബൈൽ ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ എല്ലാ ഡെലിഗേറ്റുകളും ഉപയോഗിക്കുന്ന പ്രധാന സ്രോതസ്സാണിത്. നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഷെഡ്യൂൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. www.iffk.in എന്ന് പറയുന്ന സൈറ്റിലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ തിയേറ്ററിലും അവരുടേതായിട്ടുള്ള ഷെഡ്യൂളുകൾ അച്ചടിച്ചിട്ടുള്ള ലിസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, അകത്തും പുറത്തു നിന്നും ഒരുപാട് ആൾക്കാർ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് എത്താൻ പോവുകയാണ് ഈ 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെ നടക്കുന്ന IFFKക്ക്. കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ തിരുവനന്തപുരത്തും അകത്തും പുറത്തും നടക്കുന്ന ഇതുപോലുള്ള വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ശ്രമിക്കുന്നത്. ഇതുപോലുള്ള അടുത്ത വിശേഷങ്ങൾ, ക്രിസ്മസ് വരികയാണ്, ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ തിരുവനന്തപുരത്തും ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.